ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ഹരാണല്ലേ. എല്ലാവർക്കും ഒരു ബിരിയാണിനോടൊരു പ്രത്യേക ഒരു ലവ് ആകും അല്ലേ. അതേപോലെ എനിക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിന് കോളേജിലേക്കൊക്കെ പോകുന്നുണ്ട് വിചാരിച്ച് നമ്മളെ റുട്ടീൻ ഇങ്ങനത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല കേട്ടോ. ഏത് നേരം ഇല്ലെങ്കിലും അതൊക്കെ റെഡിയാക്കിയെടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മോഹം. അപ്പോൾ കുറച്ച് പൊരിച്ച ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അങ്ങനെ പൊരിച്ച ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ കൊണ്ടർപ്പിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇതിക്ക് പിന്നെ അധികം മസാലയൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് അതിന് കുറച്ച് പൊരിച്ചതിന് കുറച്ച് എണ്ണ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലിട്ട് തന്നെയാണ് കേട്ടോ സവാള ഫ്രൈ ആക്കണത്. അങ്ങനെ സവാള ഫ്രൈ ആക്കി കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ചോറ് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അപ്പുറത്ത് സ്റ്റൗമിലും വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു ലെമണിൻ്റെ പീസ് അതേപോലെ പിഴിഞ്ഞ് കൊടുത്ത് തൈരൊഴിച്ച് പിന്നെ കറിവേപ്പ് പുതിന മല്ലിച്ചപ്പ് ഇതൊക്കെ ഒരു ഭാഗത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ക്യാരറ്റും സൈഡിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കറിവേപ്പും പുതിനയും മല്ലിച്ചപ്പൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് അധികം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ പീസസും എടുത്ത് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ നമുക്ക് ബിരിയാണിക്ക് നിർബന്ധമുള്ളൊരു സാധനമാണല്ലോ തൈര്. അപ്പോൾ ഞാനിതാ തൈർക്ക് കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പും സവാളയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കിന്. പിന്നെ പുറത്ത് പോയി വന്നപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ മുറ്റമൊക്കെ ഫുള്ളായിട്ട് മഴ കാരണം പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. മനുഷ്യന്മാരെ ആൾതാമസമില്ലാത്ത വീടാന്ന് വരെ വിചാരിക്കും കണ്ടാൽ. ആ ഒരു വിധമായിട്ടുണ്ടേനി. അപ്പം ഞങ്ങൾ രണ്ടാളും കുറേശ്ശെ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അരിയൊക്കെ കഴുകി ഇട്ട് ഇനിയിപ്പം ചായക്ക് കടിന്നിപ്പം ബ്രെഡും ചിക്കൻ പൊരിയാണ് കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് അപ്പോൾ എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും വേണം. പിന്നെ ഇതൊരു വെള്ളിയാഴ്ച ദിവസം ഇനിട്ടാ. അപ്പോൾ വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ പോവാൻ വിചാരിച്ചാൽ അതൊന്നും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വാട്ടർ ബോട്ടിൽസും സ്നാക്ക് ബോക്സും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ ഇഷുവിന് സ്നാക്സിന് അതന്നെ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടി വരും. പിന്നെ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ്, തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്കൊക്കെ മാറ്റി വെച്ചു. ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച്. അപ്പം നിഷുവിനൊന്ന് ചോറ് വേണം പറഞ്ഞപ്പം അവൻ്റെ സ്നാക്ക് ബോക്സുക്കും കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാളും പോവാനുള്ള ഒരു ടൈം ആകാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ടൈമായപ്പം പോയി. അപ്പോൾ ഇന്ന് നടന്നാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഫുഡ് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ബിരിയാണിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ ക്ലാസ്സിൽ. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മാറ്റി ഇറങ്ങാൻ നിന്നപ്പോഴാണ് നിജു ബേബിൻ്റെ നഖം വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കോൻ്റെ നഖമൊക്കെ വെട്ടി കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പോന്നപ്പം നിജു ബേബിനെയും കൂട്ടിയതാ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇഷുമോളും ഉണ്ട് വണ്ടിയിൽ. വണ്ടിയിലല്ല, ഓളാണ് കൊണ്ടുവരാൻ പോയത്. ഇന്നിപ്പോൾ ഓളെ കയറ്റി വന്ന് പിന്നെ നിജു ബേബിനെയും കൊണ്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ നിജു ബേബിനെയും കൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പം അങ്ങനെ മഴ ഉണ്ട്, ഒരുമാതിരി ഒരു മഴയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നല്ല മഴയില്ല, ഓണത്തിൻ്റെയൊക്കെ മുന്നേ, അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതവിടെ നൊട്ടങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സൈഡിൽ ആ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഒരു സൈഡിൽ നൊട്ടങ്ങയൊക്കെ തിരഞ്ഞ് നോക്കിയിനി. അപ്പം നൊട്ടങ്ങയൊന്നും കിട്ടിയിട്ടില്ല, ചെറുതാണ്, കുഞ്ഞാണ്, ആയിട്ടില്ല. അപ്പോൾ ഇഷുവിന് ഭയങ്കര ഇഷ്ടം ഓടി നടക്കാൻ. അപ്പോൾ കുറേ മുന്നൊക്കെ ഓടി നടന്നു. പക്ഷെ ഞങ്ങൾ കാത്തുക്കാതെ പോരുന്ന പോലെ കാട്ടിയോളാകെ പേടിച്ചാർത്ത് വണ്ടിയിൽ വന്ന് കയറുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ വീട്ടിൽ എത്താനായി. ഇനിയിപ്പോൾ ഞങ്ങളെത്തി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിഷുമോൻ വരിക. ഓന് വരുമ്പോഴത്തേന് ചായയൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ രാവിലെ എന്തെങ്കിലും പണികളൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കണം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഒന്നാമത് തിരുമ്പിട്ട ഡ്രസ്സുകൾ ഉണങ്ങണില്ല. മെഷീനിൽ ഉണക്കിയതായാലും ഉണങ്ങി കിട്ടണില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തികയൂല ഡ്രസ്സ്. പിന്നെ
ഇറങ്ങി ഞങ്ങളിതാ വീട്ടിലെത്തി. മുറ്റൊക്കെ ആകെ കാട് പിടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം പുല്ല് പറിച്ചിട്ടുള്ളൂ കേട്ടോ, ആ ഒരു ഇത്തിരി സ്ഥലം. അപ്പോൾ ഒത്തിരി മഴ പെയ്ത് പിന്നെ നിർത്തിയതേനി കേട്ടോ. പിന്നെ അകത്തേക്ക് കയറി വേഗം മക്കൾക്ക് ചായ ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഫ്രഷ് ആവാൻ നിൽക്കണതിൻ്റെ മുന്നേ തന്നെ ചായക്ക് വെള്ളം അങ്ങോട്ട് വെക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കാണ് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്.